ഇനി കാലാവസ്ഥയിലേക്ക്. വടക്കൻ കേരളത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് മഴ പെയ്യുന്നുണ്ടോ? ഹായ് എസ്കേൻ, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നിലവിൽ മഴയില്ല. പുലർച്ചെയൊക്കെ മഴയുണ്ടായിരുന്നു. ഇപ്പോഴും മഴക്കാർ മൂടിയ അന്തരീക്ഷമാണ് ഉള്ളത്. വടക്കൻ ജില്ലകളിൽ 2 ദിവസം കൂടി ഒറ്റപ്പെട്ട മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയ്ക്കൊപ്പം ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. ഇന്നലെ കോഴിക്കോട് ഉൾപ്പെടെ മിന്നൽ ചുഴലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ കർണാടക തീരത്താണ് മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുള്ളത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കണ്ണൂർ, കാസർഗോഡ്, മാഹി തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം മുന്നറിയിപ്പിൽ പറയുന്നു. എസ്കേൻ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റും 7 സെക്കൻഡ്. അതായത് ഞാനിപ്പോൾ വരുന്നൊരു വാർത്ത കൂടി നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് ഞാൻ ബ്രേക്കിലേക്ക് പോകാം. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വീട്ടിൽ പാട്ട് വെച്ച് ശബ്ദം കൂട്ടി പാട്ട് കേട്ടു. അയൽവാസിക്ക് ഇത് സൂചിച്ചില്ല. അയൽവാസി വീട്ടിൽ കയറി ആളിനെ വെട്ടി. ഇന്നലെ രാത്രി പത്തനംതിട്ട ഇളമണ്ണൂർ എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. കണ്ണൻ എന്നയാൾക്ക് തലയ്ക്കും ചെവിക്കും വെട്ടേറ്റു. സന്ദീപ് എന്നൊരാളാണ് ഈ കൊലച്ചതി ചെയ്തത്. വധശ്രമത്തിന് ഇയാളുടെ പേരിൽ കേസെടുക്കുമെന്ന് അടൂർ പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത വീട്ടിൽ പാട്ട് വെച്ചു എന്ന് പറഞ്ഞ് അയാളെ വെട്ടാനുള്ള ഒരു തീരുമാനമെടുക്കുകയാണ് തൊട്ടയലത്ത് താമസിക്കുന്നവൻ. ഇങ്ങനെയുള്ള അയൽവാസികൾ നമുക്കുണ്ട്. മലയാളികൾ അഭിമാനിക്കണം. ഇടവേള.